Good morning, ladies and gentlemen. Welcome to your favorite. Good morning, ladies and gentlemen, and OnePlus 13R. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്, പ്ലീസ് ലൈക്ക് ദ വീഡിയോ ഗൈസ്, പ്ലീസ് ഗൈസ്. വാട്ട് ഇസ് ദിസ് ഗൈസ്? വേറെ ഒന്നും പറയുന്നില്ലല്ലോ, ലൈക്ക് ചെയ്യാനല്ലേ പറയുന്നത് മകനെ, എന്താണ് മന്നെ? അപ്പോൾ എന്തായാലും ലൈക്ക് ബട്ടൺ അടിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ദിസ് ഫോൺ ഫോർ 42,000 rupees ഐ ഫീൽ ഇസ് എ ഗുഡ് ഡീൽ. അപ്പോൾ അതാണ് 42,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ബേസ് സ്റ്റോറേജായി 256 12GB റാം ആണ് വരുന്നത്. LPDDR5X ആണ്. UFS 4.0 ആണ് വരുന്നത്. ബിക്കോസ് 128GB ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ഓഫേഴ്സ്, അതായത് SBI, ICICI ഏതൊക്കെയോ ബാങ്കിൻ്റെയൊക്കെ കാർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് 39,000 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കിട്ടുന്നവർക്ക് ഒരു നല്ല ഫോണാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി പെട്ടിയിനകത്ത് ചാർജർ ഉണ്ട് ഗൈസ്. 80 വാട്ടിൻ്റെ ചാർജറും ഇതുപോലത്തെ ഒരു കറുത്ത കേസുമാണ് വരുന്നത്. എന്താടാ ഇത് വരില്ലേ? എന്തായാലും അങ്ങനത്തെ ഒരു കേസാണ് വരുന്നത്. ഞാൻ ഈ കളറാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു കറുപ്പുമുണ്ട്. ഈ കളറിൽ ഒരുമാതിരി ഒരു നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടാകുന്നു. നല്ല ഒരു പാറ്റേൺ ഉണ്ട്, ഒരുമാതിരി വട്ടം പോലെ. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. ഇറ്റ്സ് എ ബോക്സി ഫോൺസ്, ഒരു സ്ക്വയർ ഷേപ്ഡ് ബോക്സി ഫോണാണ്. ഈ ഒരു ഇത് കണ്ടാ എഡ്ജ്, ഇതാണ് നമ്മുടെ പുതിയ S25 അൾട്രയിൽ അവർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ആക്കി സെയിം ബോക്സി പരിപാടി തന്നെയാണ് അവിടെയും പിടിച്ചേക്കുന്നത്. നമുക്ക് അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. USB 2.0 ആണ്, 3.2 അല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ സിം കാർഡ് വരുന്നുണ്ട്. നമുക്ക് വരുന്നത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതുകൊണ്ട് വെച്ചേക്കണുണ്ട്. ഇവിടെ ആരാണ് നിങ്ങളും കഴിഞ്ഞ വർഷത്തെ ഫോണിൽ ഇവിടെയല്ലേ വെച്ചത്? എന്തിനാണ് പിന്നെ താഴെ കൊണ്ട് വെച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടത്. എന്തിനായാലും അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1.5K റെസൊല്യൂഷൻ വരുന്ന 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് വെയിലത്തോട്ടൊക്കെ പോകുമ്പോൾ മറ്റേ നിന്ന നിപ്പിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. HDR+ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ആദ്യം ഇല്ലായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം ഇപ്പോൾ ഡോൾബി വിഷൻ സപ്പോർട്ട് വന്നിരിക്കണം. കാണിച്ചു തരാം. HDR ആൻഡ് ഡോൾബി വിഷൻ. പക്ഷേ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമുക്കിതിൻ്റെ എവിടെയൊക്കെയാണ് അമ്മ കാശ് കുറച്ചെന്നുള്ള കാര്യം അവസാനം പറയാം. ഞാനിപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങളുടെ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഏറ്റവും വലിയൊരു വില്ലനാണ്. ആ ഒരു കാര്യത്തിന് ഇനി പേടിക്കേണ്ട. ഈ ഒരു ഡിസ്പ്ലേ തന്നെ അവർ PRV അങ്ങനെ എന്തോ ഒരു പുതിയൊരു ലെയർ കൊടുത്തിട്ടുണ്ട്, വിച്ച് വിൽ കൺട്രോൾ എനി സർക്കംസ്റ്റാൻസസ്. അതായത് ഹീറ്റിംഗ് ആണെങ്കിലും കോൾഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെയറിങ്, ഒരു അഡീഷണൽ ലെയറിങ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ടൈമായിട്ട് ഗ്രീൻ ലൈൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറ്റിത്തരുന്നൊരു പരിപാടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ബോഡി, അതായത് എവിടെയും കൊണ്ട് തറയിട്ടിട്ട് വല്ല ബെൻഡോ ചൊറിയോ ചൊരങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം കിട്ടൂല. സോ മേക്ക് ഷുവർ യു ഹാവ് എ കേസ് ഓൺ ആൻഡ് യു ഡോണ്ട് പുട്ട് യുവർ ഫോൺ തറയിൽ റാൻഡംലി. അപ്പോൾ അങ്ങനെ റാൻഡം ആയിട്ട് കിട്ടുകഴിഞ്ഞാൽ അത് കിട്ടൂല. പിന്നെ ഫെബ്രുവരി എത്രാം തീയതി മുന്നേ ഈ സാധനം മേടിക്കുകയാണെങ്കിൽ 180 അല്ലേ 150 ദിവസത്തേക്ക് ഈ ഫോണിൽ എന്ത് പറ്റിയാലും നിങ്ങൾക്ക് ഫ്രീ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സാധനം കൊണ്ടുപോകും. ഫെബ്രുവരി എത്രാം തീയതി വരെ ഉള്ളൂ? 6ാം തീയതിയോ എത്രാം തീയതി വരെ അത് ഉള്ളൂ ആ ഓഫർ. അതല്ലാത്തവർക്ക് ലൈഫ് ടൈം സപ്ലൈ ഓഫ് ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വൺപ്ലസ് അതിന് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ആൾക്കാർ നോക്കുന്നത് പെർഫോമൻസ് ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 3 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അത്യാവശ്യം ത്രോട്ടിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ചിപ്സെറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. അണ്ടർ ക്ലോക്ക് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. ബിക്കോസ് ഹൈ പെർഫോമൻസ് മോഡൽ ഫോൺ ത്രോട്ടിലാവുന്നുണ്ട്. പക്ഷേ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ യാതൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. BGMI 120 FPS ഇതിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്. പിന്നെ ജംഗ്ഷൻ ഇമ്പാക്റ്റ് കളിക്കുന്നവർക്ക് അത് കളിച്ച് നോക്കാം. ഞാൻ കളിക്കാറില്ല. അതല്ലാതെ ഗ്രിഡ് ലെജൻഡ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. കിട്ടില്ല കളിയാണ്, റേസിംഗ് ഗെയിമാണ്, പൈസ കൊടുക്കണം, ഫ്രീ അല്ല. ആ കളി സത്യം പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് കളിക്കാൻ പറ്റും. ബട്ട് ആ കളി വളരെ ഹൈ ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഡെഫിനറ്റ്ലി ഫോൺ ചൂടാവും. അത്രയും ഹെവി ഗെയിമാണ്, അത്രയും പ്രോസസ്സിംഗ് ഉള്ള ഗെയിമാണ്. സോ ഡെഫിനറ്റ്ലി ഫോൺ ചെറുതായിട്ട് വാം ആവും. ആൻഡ് ഓൾസോ ബാറ്ററിയും അത്യാവശ്യം നല്ലപോലെ കുറയും. നിങ്ങളൊരു 1 മണിക്കൂറൊക്കെ കളിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10
10-15% അങ്ങ് പോയി കിട്ടും. സോ ആ ഗെയിം കളിക്കുന്നവരൊന്ന് സൂക്ഷിക്കുക. ബട്ട് ഐ ഹവ് ബീൻ പ്ലേയിങ് ദാറ്റ് ഗെയിം ലൈക്ക് റിലീജിയസ്ലി. എനിക്ക് ഈ റേസിംഗ് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. സോ ഗെയിമിംഗ് പരിപാടിക്ക് ഇറ്റ്സ് വെരി സ്മൂത്ത്. എഡിറ്റിംഗ് വാട്ട് എവർ നിങ്ങൾ എന്ത് സാധനം ഇട്ട് കൊടുത്താലും അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചൂസ് ചെയ്യുന്നതാണ്. നമുക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കാം. വളരെ സ്മൂത്ത് ആൻഡ് സ്നാപ്പി, ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ടുള്ള ഒരു കിഡിലോസ്കി അനിമേഷൻസ് ഒക്കെ വരുന്ന ഒരു ഗംഭീര സോഫ്റ്റ്വെയർ ആണ് തന്നിരിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. കിഡിലൻ സോഫ്റ്റ്വെയർ. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഇൻബിൽട്ട്, അതായത് നമ്മളിത് ഓൺ ചെയ്യണ സമയത്ത് ഒരു കൊതച്ച ആപ്പ് അമ്മ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ആപ്പ് പിക്ക്, ഈ സാധനം മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള ആഡ്സും റാൻഡം ആയിട്ടുള്ള ആപ്പ് സജഷൻസും ആ ഒരു കുന്ത്രാണ്ടിയിൽ നിന്ന് വരും. കളർ വോയിസിലുള്ള സാധനമാണ് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അത് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പണ്ടേ എന്നേ വിട്ടേണ് ഓക്സിജൻ. അതും കൂടെ അങ്ങ് പേര് മാറ്റടേ, അത് വിട്, അത് വേണ്ട, ഞാൻ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തിനാണെങ്കിലും അതർ ദാൻ ദാറ്റ് ദിസ് ഫോൺ ഇസ് സോ സ്മൂത്ത്, വെരി നൈസ്, വെരി ലെസ് ബഗ്സ് എൻകൗണ്ടർ ചെയ്തിരിക്കുന്നു. ആൻഡ് വെരി നൈസ് ഫോൺ, വെരി നൈസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നമുക്ക് AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. മറ്റേ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് എ വെരി യൂസ്ഫുൾ ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം GSM അരീന എന്നൊക്കെയാണ് ഞാൻ ന്യൂസ് എടുക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ സൈഡ് ബാർ ഇങ്ങനെ ആക്കുക. മോളിൽ കണ്ട AI സമ്മറിയും AI മറ്റേ എന്തൊരു സ്പീക്കും. ഈ AI സ്പീക്ക് എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പേജ് നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ വായിച്ച് തരും. വെരി യൂസ്ഫുൾ. അതേപോലെ തന്നെ നമുക്കൊരു ഇമെയിലിൻ്റെ സമ്മറി, ഒരു നോട്ട്സിൻ്റെ സമ്മറി എന്താണെങ്കിലും ഈ ഒരു സൈഡ് ബാറിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് AI സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് റിഫ്ലക്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. മറ്റേ എന്തൊരു ഫോട്ടോയിൽ എടുത്തിട്ട് ഈ ഫോട്ടോ നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. എഡിറ്റ്സിൽ പോവുക. എഡിറ്റ്സിൽ പോയിട്ട് ഈ ഒരു സാധനം കണ്ട, ഇത് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ എന്തൊരു അൺബ്ലർ, ഇറേസർ ഒക്കെ വരും. ഇതിൽ ഈ സാധനം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ കണ്ട റിഫ്ലക്ഷൻ കുറച്ച് കണ്ട. ഇതാണ് ബിഫോർ, ഇത് ആഫ്റ്റർ. ആപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് സോഫ്റ്റ്വെയർ ഇസ് വെരി നൈസ് ആൻഡ് വെരി ഗുഡ്. എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. ലോങ് ടൈമിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ്, കൂടുതൽ ഒരു 1.5 ദിവസമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി പരിപാടി കിട്ടുന്നുണ്ട്. പക്ഷേ സിംഗിൾ സെൽ ബാറ്ററിയാണ്. സോ ദാറ്റ് മീൻസ് 55 മിനിറ്റ് എടുക്കും ഫ്രം 10% to 100% ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷം സിംഗിൾ സെല്ലല്ല ഡബിൾ സെൽ ബാറ്ററിയാണ് കൊടുത്തിരുന്നത്. അതാകുമ്പോൾ അരമണിക്കൂറിൽ ചാർജ് ആവുന്ന സാധനം ഇപ്പോൾ 55 മിനിറ്റ് എടുക്കും. കോസ്റ്റ് കട്ട് ചെയ്തതാണ്. ആ കോസ്റ്റ് കട്ട് ചെയ്ത് എന്തിനാണെന്നൊക്കെ ഞാൻ പറയാം. അതേപോലെ നമുക്കിനി എടുത്ത് പറയുന്നത് ക്യാമറയെ പറ്റിയാണ്. ക്യാമറയിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഈ പറയുന്ന വൈഡ് ആംഗിളും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ 2x ഒപ്റ്റിക്കലുമാണ് വരുന്നത്. ഈ 50 മെഗാപിക്സലിൻ്റെ 2x ഒപ്റ്റിക്കൽ f2.0 വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ കയറുന്ന ഒരു സെൻസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ OIS ഇല്ല. അതായത് നൈറ്റ് ടൈമിൽ നിങ്ങൾ പോർട്രേറ്റ് മോഡ്സോ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ചാലഞ്ചിങ്. വളരെ ഷേക്കി ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കത്തില്ല, ക്ലിയർ ആയിരിക്കത്തില്ല. സോ ദാറ്റ് ഇസ് വൈ ഐ എം സെയിങ് എന്തുകൊണ്ട് നിങ്ങൾ എന്തായാലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ ഈ സാധനത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് എടുത്ത് കളഞ്ഞ്. അതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ ഇതുവരെ 16 മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഫ്രണ്ട് മെഗാപിക്സലിൽ കൊടുത്തിട്ട് പോലും 4K 30 FPS ഒരു സപ്പോർട്ട് പോലും കൊടുക്കാത്തതിൻ്റെ ഒരു പറഞ്ഞാൽ കൂടി പോകും. ഈ 2024 30,000 രൂപ ഫോണിലുണ്ടേ 4K ഫ്രണ്ട് ക്യാമറയിൽ. എന്തൊരു കഷ്ടോടെ. ഓക്കെ, അത് എടുത്തു കളഞ്ഞോ? നിങ്ങൾ വയർലെസ് ചാർജിങ് കൊടുത്തില്ല, കുഴപ്പമില്ല. നിങ്ങൾ സിംഗിൾ സെൽ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. 6000 mAh ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇത്രയൊക്കെ കോസ്റ്റ് കട്ടിങ്. അതും പോട്ട് കഴിഞ്ഞ വർഷമൊക്കെ മറ്റേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് കൊടുത്തെടുത്ത് ഗൊറില്ല ഗ്ലാസ് 7i എന്ന് പറഞ്ഞാൽ അവരെ ബഡ്ജറ്റ് കോർണിങ്ങിൻ്റെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടും എന്തുകൊണ്ട് OnePlus 3x ഒപ്റ്റിക്കൽ കൊടുത്തില്ല? 3x ഒപ്റ്റിക്കൽ വിത്ത് OIS. നിങ്ങളുടേതായ സിസ്റ്റർ ബ്രാൻഡ് റിയൽമിയിൽ ഇപ്പോൾ ഇറക്കിയ 14 Pro Plusൽ ഇറക്കിയ ആ സെയിം സെൻസർ എന്തുകൊണ്ട് ഇതിൽ കൊടുത്തില്ല? എന്തായാലും ഇത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്ത് എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2x ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഒപ്റ്റിക്കൽ ആയതുകൊണ്ട് അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളടുത്ത് അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. ബട്ട് വെരി അൺകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് മോർ ലൈക്ക് ഹാർഡ്വെയറിനെയും കാട്ടിൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിലാണ് ഈ സാധനം റിലേ ചെയ്തിരിക്കുന്നത്. അതായത് മിക്കതും നല്ല ഹൈലി ബ്ലേർഡ് ആയിട്ടുള്ള, ഒട്ടും ചില സമയത്ത് ഡാർക്ക് ആയിരിക്കും ഫോട്ടോസ്. ലിറ്റപ്പ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് തന്നെ ഡാർക്ക് ആവും, ചിലപ്പോൾ അത് വെളിച്ചം വരും.
ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റൻറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ദിസ് വിൽ നെവർ ബി ദ ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ അല്ലെങ്കിൽ ഓൺ 40,000 rupees. അതില്ല. പിന്നെ അതേപോലെ ഒരു മുട്ടൻ കോമഡിയെ ഇതിൽ 4K 60 FPS വീഡിയോ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റണമല്ല 4K 60 FPS നിങ്ങൾ ഈ കാണുന്ന 2x ഇല്ലേ, നിങ്ങൾ വിചാരിക്കും ഒപ്റ്റിക്കലാണെന്ന്. അല്ല, അത് കാണിച്ചു തരാം. ഇതാണ് 2x മറഞ്ഞേണ്ട, നോക്കിക്കോ, മറഞ്ഞ്. ഇതാണ് വീഡിയോയിലെ 2x മറഞ്ഞ്. സോ ഡിജിറ്റൽ സൂമാണ്, ഒപ്റ്റിക്കലല്ല. എന്തുകൊണ്ടത് ചെയ്തില്ല? 50 മെഗാ പിക്സൽ തന്നെയാണല്ലോ. എന്തുകൊണ്ട് ആ 2x ഒപ്റ്റിക്കലിൽ വീഡിയോ ഇട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുക? അതെന്താ അങ്ങനെ കൊടുക്കാത്ത? അതൊക്കെയാണ്. എന്തായാലും ഫ്രണ്ട് ക്യാമറയിൽ ഇപ്പോഴും 1080p 30 FPS ആണ്. 1080p 30 FPS 60 FPS. അപ്പോൾ എന്തിനാണെങ്കിൽ ക്യാമറ എനിക്ക് അത്ര ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നിയില്ല. ഫോട്ടോസ് ആർ ഓക്കെ ആൻഡ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ കാണുന്ന പോലെയാണ് ഫ്രണ്ടും ബാക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 30 FPS വെച്ചിട്ട് ഉള്ള വീഡിയോ ആണ്. ആൻഡ് ബാക്ക് ക്യാമറയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് 4K സപ്പോർട്ട് കിട്ടത്തില്ല. ഇതിലൊരു 2x ഒരു സൂം ഉണ്ട്, അത് ഡിജിറ്റൽ സൂമാണ്, ഒപ്റ്റിക്കൽ സൂം അല്ല. ഈവൻ ദോ വി ഹാവ് ആൻ ഒപ്റ്റിക്കൽ സെൻസർ, ബട്ട് ദേ ആർ നോട്ട് യൂസിങ് ഇറ്റ്. ബാക്കിൽ ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് എങ്കിൽ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് ദിസ്. സോ യാ, 4K 60 FPS ഓൺ OnePlus 13R. OnePlus 13R ഫ്രണ്ട് ക്യാമറയിലെ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ 1080p 30 FPS ഈ സാധനം പോകുന്നത്. ബാക്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ് കൺട്രോൾസ് ആണ്. നമ്മുടെ ഫേസൊക്കെ അത്യാവശ്യം ലിറ്റപ്പാണ്. യാതൊരു രീതിയിലും നല്ല ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ. ബട്ട് 4K 30 FPS കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. 16 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. 32 മെഗാ പിക്സൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെൽഫി സാധനങ്ങൾ കിട്ടിയാണ്. സെൽഫി എടുക്കാനൊക്കെ അത്യാവശ്യം നൈസാണ്. ആൻഡ് യാ, ദിസ് ഈസ് ദ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. വേറൊരു കാര്യം എടുത്ത് പറയാൻ മറന്നുപോയി. ഈ ഒരു ഫോൺ, അതായത് OnePlus 13R ഓഡിയോ ഫയൽസ് ആണ് നിങ്ങളെങ്കിൽ, അതായത് പാട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, എല്ലാ കോഡക്കും അവൈലബിൾ ആണ്. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വരുന്നുണ്ട്, ആപ്റ്റെക് അഡാപ്റ്റീവ്, ആപ്റ്റെക് HD, LDAC, LHDC, എല്ലാം SBC, AAC എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന ഹെഡ്സെറ്റ് ലോസ്ലെസ് വയർലെസ് ഓഡിയോ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ആപ്റ്റെക്സിൻ്റെ, അല്ലെങ്കിൽ കോൾകോം സൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഗൈസ്. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയുടെ. സോ യാ, ആഫ്റ്റർ ഓൾ ദ കോസ്റ്റ് കട്ടിങ്, എന്തുകൊണ്ട് എൻ്റെ ആകെയുള്ള പ്രശ്നമാണ് നിങ്ങൾ എല്ലായിടത്തും കളഞ്ഞു. നിങ്ങൾ ആരും ഒന്നും എനിക്ക് IP65 ആണുള്ളൂ, 69ഉം 68 ഒന്നും അല്ല. അത് കുഴപ്പമില്ല. വയർലെസ് ചാർജിങ് തരണ്ട, നിങ്ങൾ മറ്റേ USB 3.2 തരണ്ട, നിങ്ങൾ നമുക്ക് സിംഗിൾ സെൽ ബാറ്ററി തന്നതിലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഡോൾബി അറ്റ്മോസ് എടുത്ത് കളയുന്നതിലും എനിക്ക് കുഴപ്പമില്ല. എന്തുകൊണ്ട് Realme 14 Pro Plusലുള്ള സെയിം 3x തരുന്നില്ല? ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ട് തന്നില്ല? എനിക്കത് മാത്രം. ഞാൻ പറയും, സാധാരണക്കാരൻ ഇതൊന്നും ചോദ്യം ചെയ്യൂല, അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ദേ ഡോണ്ട് കെയർ. അവർക്ക് വാട്സാപ്പിൽ ഫോൺ വിളിക്കണം, ഇൻസ്റ്റാഗ്രാം കാണണം, യൂട്യൂബ് അത്യാവശ്യം കാണണം, നല്ല ഡിസ്പ്ലേ ആയിരിക്കണം, ഇതുപോലെ ഗ്രീൻ ലൈനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം, സോഫ്റ്റ്വെയർ അത്യാവശ്യം ഡീസൻ്റ് ആയിരിക്കണം, ബഗ്ഗൊന്നും കാണാൻ പാടില്ല, നമ്മളെ ലൈഫിന് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അത് ഓക്കെ, ആ ഒരു കാഴ്ചപ്പാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര ഫോണാണ്. പക്ഷേ ഇത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് എന്തുകൊണ്ട് 3x ഒപ്റ്റിക്കൽ തന്നില്ല? ഇത്രയും കോസ്റ്റ് കട്ടിങ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ എണ്ണി എടുക്കാം. വൈ ഡിഡ് യു ഗോ ഫോർ ആൻ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസിംഗ് ഉള്ള 2x ഒപ്റ്റിക്കൽ? അറ്റ്ലീസ്റ്റ് ആ iQOO 13 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് ഉള്ള 2x എങ്കിലും കൊടുക്കാത്ത എന്തായി? ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാം ഈ കട്ട് ചെയ്തത് ഇത് വെക്കാനാണ്. പിന്നെ എന്താ ചിപ്സെറ്റ് വെക്കാനാണ് 8th Gen 3. എനിക്ക് ഇപ്പോഴത്തെ ഒരു മൊബൈലിൽ ഇവർ ഈ പറയുന്ന ഈ ഡോളേഴ്സിൻ്റെ ഡിഫറൻസും ഈ പറയുന്ന ഡിമാൻഡും എനിക്ക് അത് എന്തൊരു കൊണയാണെന്ന് മനസ്സിലാവുള്ളത്. കോൾകോം ഭയങ്കര കാശ് ചോദിക്കുകയാണ്, ഒരു ചിപ്സെറ്റിൻ്റെ വില കൂടി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്നത്. ഞാൻ പറയും സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ ഇത് നല്ല ഫോണാണ്, ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയാനില്ല. ഫോർ 40,000 rupees ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് 2 മെഗാ പിക്സലിൻ്റെ മാക്കർ ക്യാമറയാണ്, അത് മാറ്റി 2x ഒപ്റ്റിക്കലാണ്. ആൾക്കാർ സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. പക്ഷേ ഈ ചാനൽ കാണുന്ന ആൾക്കാർ ചോദ്യം ചെയ്യും, അവർ ചെയ്യും, അതത്രേ ഉള്ളൂ. ബിക്കോസ് കടയിൽ പോയിട്ട് OnePlusൻ്റെ ഒരു പുതിയ ഫോൺ ഇതാണെന്ന് പറയുമ്പോൾ അവർ വെച്ച് കൊടുക്കും. അവർ നമ്മുടെ ചാനലും കാണില്ല, നമ്മൾ പറയണതും കേൾക്കില്ല. പക്ഷേ ഈ ചാനൽ കാണുന്നവർ ചോദിക്കും, ഇത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്തത് ഓക്കെ, എന്തുകൊണ്ട് 3x ഒപ്റ്റിക്കൽ കൊടുത്തില്ല? അത് കൊടുത്തില്ലെങ്കിൽ ഈ ഫോൺ ഒന്ന് നമുക്ക് പറയാമെങ്കിലും ചെയ്യാം, 3 സ്റ്റാർ സാധനം ഉണ്ടല്ലോ. അതുമില്ല.
42,000 രൂപയാണ് കേട്ടോ. 42,000 വെറുതെ ഒന്നും കിട്ടണ കാശൊന്നുമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് OnePlus 13R കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ ഫോൺ മേടിച്ചവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ വന്ന് പറയാം. ഓപ്പൺ ആയിട്ട് തന്നെ പറയണം. ബിക്കോസ് ഡെഫിനറ്റ്ലി അത് കണ്ടിട്ടൊക്കെയാണ് ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നത്, ഇത് മേടിക്കണോ വേണ്ടയോ എന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറയുന്നത്. വേറെ ആൾക്കാർക്ക് വേറെ പല കാഴ്ചപ്പാടുകളുണ്ട്. സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ടെക് എന്തൂസിയാസ്റ്റിൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുക. പിന്നെ ഈ കണ്ണടച്ച് വെടി വയ്ക്കരുത് കേട്ടോ, എയറിൽ വെടി വയ്ക്കരുത്. അതായത് മറ്റേ മേടിക്കാതെ കണ്ടവൻ്റെയൊക്കെ റിവ്യൂ കണ്ടു വന്നിട്ട് കൊണയടിക്കരുത്. യൂസ് ചെയ്തവരാണെങ്കിൽ, നിങ്ങളൊരു യൂസറാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിന് ഞാൻ വിലയിരുത്തും. അതല്ല മറ്റവൻ്റെ റിവ്യൂവിൽ ഇങ്ങനെയായിരുന്നു, ഇവൻ്റെ റിവ്യൂവിൽ അങ്ങനെയാണ്, അതല്ല. സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഡെഫിനറ്റ്ലി പറയാം. അതല്ലാതെ മറ്റേ പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ലവ് യു ഗൈസ് സോ മച്ച്. ബൈ.